Good morning. So last time we capital gain theory complete discuss. So remaining problems are solved. Next question, Mr. M purchased 100 equity shares of M. It says G company limited on 1/4/2006 at the rate of ₹1,000 per share in public issue of company paying security transaction tax. Company allotted bonus shares in the ratio 1:1 on 1:1 on 1/12/2021. He has also received dividend of ₹10 per share on 1/5/2022. He has sold all the shares on 1/10/22 at the rate of ₹4,000 per share through a recognized stock exchange and paid brokerage of 1% and security transaction tax to 0.02% to celebrate his 75th birthday. No, indirect senior citizen. Compute his total income and tax liability for the assessment year 23-24, assuming that he is having no other income than given above. Fair market value of shares of Mrs. G Company Limited on 31/1/2018 is ₹2,000. ₹2,000. Okay. So ഇവിടെ നമുക്ക് question നോക്കാം. എന്താണ് 1/4/2006 എന്താണ് മിസ്റ്റർ എം എന്ത് ചെയ്തു 100 equity shares purchase ചെയ്തു at the rate of ₹1,000 per share. ₹1,000 per share. ₹1,000 per share. ഇനി എന്താണ് സംഭവിച്ചത്? സോ 2006 നമുക്ക് 100 ഷെയർ ഉണ്ടായിരുന്നു. 1000 രൂപയ്ക്കാണ് മേടിച്ചത്. പബ്ലിക് ഇഷ്യൂൽ മേടിച്ചാണ്. കമ്പനി അലോട്ടഡ് ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ. സോ ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ 1:1. ഈ 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് മീൻസ് എന്താണ്? ഒരു ഷെയർ ഹോൾഡ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു ബോണസ് ഷെയർ. ദാറ്റ് മീൻസ് 100 ഷെയർസ് 100 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ എത്ര ബോണസ് ഷെയർസ് കിട്ടും? ഇവിടെ നമുക്ക് 100 ഇക്വിറ്റി ഷെയർസ് ആണ്. ഒരു ഷെയർ ഹെൽഡ് ചെയ്താൽ ഒരു ബോണസ് ഷെയർ പറയുന്നത് 1:1. സോ ദാറ്റ് മീൻസ് എത്ര ബോണസ് ഷെയർസ് കിട്ടി? അല്ലെങ്കിൽ എത്ര ബോണസ് ഷെയർസ് കിട്ടും? 1:1 റേഷ്യോയില് എന്റെ കയ്യിൽ 100 ഇക്വിറ്റി ഷെയർ ഉണ്ട്. എന്റെ കയ്യിൽ 100 ഇക്വിറ്റി ഷെയർ ഉണ്ട്. സോ 1:1 റേഷ്യോയിലാണ് കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ എനിക്ക് എത്ര ഷെയർ കിട്ടും? എത്ര ബോണസ് ഷെയർസ് കിട്ടും? 100 ബോണസ്. സോ ഒറിജിനൽ ആയിട്ട് 100 ഉണ്ടായിരുന്നു. 100 ബോണസ് ഷെയർസ് കിട്ടി. 100 ഇക്വിറ്റി ഷെയർസ് ബോണസ് ഷെയർസ് ആയിട്ട് കിട്ടി ഓൺ 1/12/21. 1/12/21. He also received dividend. സോ ഡിവിഡൻഡ് നമ്മള് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിലാണ് പറഞ്ഞത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് വരുന്നത് IFOS ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ എത്രയാണ് ഡിവിഡൻഡ് വരുന്നത്? ₹10 per share on 1/5/2022. 1/5/2022 ₹10. സോ എത്ര ഷെയർസ് ഉണ്ട്? മൊത്തം 10 ഉണ്ട്. ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ട്? വാങ്ങിയ 100 ഷെയർ, ബോണസ് ഷെയർ ആയിട്ട് കിട്ടിയ 100 ഷെയർ, ടോട്ടൽ 200 ഷെയർസ് ഉണ്ട്. ദാറ്റ് മീൻസ് 10 into 100 ₹2,000 ഉണ്ട് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നത്. സോ അത് നമ്മൾ അതർ സോഴ്സിൽ കാണിക്കും. ദെൻ ശ്രദ്ധിക്കാം, per share 1/10/2022 he has sold all the shares. So that means shares ശ്രദ്ധിക്കുക നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ബിക്കോസ് ഒറിജിനൽ ഷെയർസ് ആയിരുന്നു 100 ഷെയർസ് at the rate 100 shares at ₹1,000 per share. So ₹1,000 per share എന്ന് വാങ്ങിച്ചു 1/4/2006 on 1/4/2000. സോ ഇങ്ങനെ 100 ഒറിജിനൽ ഷെയർസ് ഹെൽഡ് ചെയ്തുകൊണ്ട് എത്ര കിട്ടി? 1:1 ബോണസ് ഷെയർസ്. That means 100 shares 1/12/2021
1/12/2021. Then 1/12/2021. ഇനി എന്താണ് സംഭവിച്ചത്? ബോണസ് ഡിവിഡൻഡ് കിട്ടി നമ്മൾ പറഞ്ഞു. ഈ 2 ഷെയർ, ദാറ്റ് മീൻസ് ഈ 200 ഷെയർസ് എന്ത് ചെയ്തു? സോൾഡ്, സെയിൽ ചെയ്തു. എന്നാണ്? 1/10/2022. 1/10/2022 സെയിൽ ചെയ്തു. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു 1/4/2006 മേടിച്ച ഒറിജിനൽ ഷെയർസ് വിൽക്കുമ്പോൾ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? 12 months കൂടുതലാണ്. സോ ഇത് ഈ ഒറിജിനൽ ഷെയർസ് എന്തായിട്ട് വരും? ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. ബട്ട് ഈ ബോണസ് ഷെയർസോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ്. ക്ലിയർ ആണോ? ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് വരും, ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് വരും. ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ക്ലിയർ ആണോ? 1/12/2021 കിട്ടിയത്. 1/10/2022. ദാറ്റ് മീൻസ് എന്താണ്? 12 മാസം ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ബോണസ് ഷെയർസ് വിറ്റു. ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ 12 months ആണ്. ഇവിടെ 1/4/2006 ആയതുകൊണ്ട് തന്നെ എത്രയാണ്? നമുക്ക് ഹോൾഡിംഗ് പീരീഡ് 36 months അല്ല അതിലും കൂടുതലാണ്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി അതെന്താണ്? ഏത് കാറ്റഗറിയിൽ പെട്ടാലും അതെന്തായിട്ട് വരും? ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? എത്ര പോയിന്റ്? ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് വിൽക്കുമ്പോഴുള്ള കേസ്. സോ നോട്ടായിട്ട് കാണിക്കാണ്. സോ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. സോ ഇവിടെ നമ്മൾ സെക്ഷൻ 55 പ്രകാരം long term capital asset being equity shares in a company on which security transaction tax paid at the time of purchase and transfer. Okay. So long term capital asset in the nature of equity shares. Okay. STT paid at the time of purchase and transfer. At the time of purchase and transfer. At the time of purchase and transfer. Then acquired before 1st April 2018 and acquired before 1st February 2018. So 1st February 2018. 2022 മുമ്പാണെങ്കിൽ then നമ്മളൊരു സ്പെഷ്യൽ കേസ് പഠിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു പ്രോബ്ലത്തിൽ കയറി വരുന്ന ഈ കേസിലെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? കോസ്റ്റ് ഓഫ് അക്വസിഷൻ shall be higher of. സോ നമ്മള് കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. എന്താണ്? ഷെയർസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓർ ഇൻ ഫണ്ട് STT paid at the time of equity or equity shares ആണെങ്കിൽ STT paid at the time of purchase and transfer. Then equity or in fund ആണെങ്കിൽ at the time of transfer. Then acquire ചെയ്തിരിക്കുന്നത് before 2018 1st February 2018 മുമ്പാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് ഹയർ ഓഫ്. ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ. എത്രയാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ? എത്ര രൂപയ്ക്കാണ് അക്വയർ ചെയ്തത്? 1000 അല്ലെ? ₹1000 per share. Then lower of. So കോസ്റ്റ് ഓഫ് അക്വസിഷനും ഇതിൽ ലോവറും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൽ ഏതാണോ ഹയർ അതായിരിക്കും എന്തായിട്ട് എടുക്കുക? കോസ്റ്റ് ഓഫ് അക്വസിഷൻ. FMV ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018. ഫെബ്രുവരിക്ക് തൊട്ട് ഫസ്റ്റ് ഫെബ്രുവരിക്ക് മുമ്പുള്ള 31/1/18 എത്രയാണ്? ₹2000. Then consideration
actual consideration, full value consideration, full value of consideration on transfer. So എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? ₹4,000. No. So ഇതില് ലോവർ ഏതാണ്? ₹2,000 ആണ്. അതും എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ഈ 1,000 കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ ഏത് വരും? 2,000. സോ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയായിട്ട് എടുക്കും? ആ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി ₹2,000 per share. ₹2,000 per share. ക്ലിയർ ആണോ? സോ 55 നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ ഇഫ് അക്വയർഡ് ബിഫോർ 1st February 2018 and STT paid at the time of purchase and transfer, then cost of acquisition will be higher of actual cost of acquisition, then lower of fair market value as on 31/1/2018 and actual full value consideration on transfer. അതിൽ ഏതാണ് ലോവർ? അതെന്തുമായിട്ടാണ്? ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പയർ. അതിൽ ഹയർ വിൽ ബി ടേക്കൺ ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അങ്ങനെ നമ്മൾ ഇതിന്റെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ട് വരും? 2,000. സോ ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതിന്റെ പുറത്ത് കിട്ടുന്ന ഗെയിൻ എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഇത് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർസ് ആണെങ്കിൽ സോ 111A. സോ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ നേച്ചർ ഓഫ്, ഇവിടെ സെക്ഷൻ 112A വരും, ഇവിടെ സെക്ഷൻ 111A വരും. ആൻസറിലേക്ക് വരാം. Computation of total income and tax liability for the assessment year. Computation of total income and tax liability. Computation of total income and tax liability for the assessment year 23-24. Particulars, then amount in rupees. Particulars, then amount in rupees, then amount in rupees. So നമുക്ക് രണ്ട് ഇൻകം ആണുള്ളത്. ക്യാപിറ്റൽ ഗെയിനും, ക്യാപിറ്റൽ ഗെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും. ദെൻ ഡിവിഡന്റ് കിട്ടിയത് എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? IFRS. ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ്. സോ അതിനകത്ത് ഫസ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ എത്രയാണ്? ഏതിന്റെ പുറത്താണ്? ഒറിജിനൽ 100 ഷെയർസിന്റെ പുറത്താണ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? 100 ഷെയർസ് ആണ്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 4,000 രൂപയ്ക്കാണ് അല്ലെ? സോ എത്ര വരും? 4 ലക്ഷം. ദെൻ ലെസ്, ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? ബ്രോക്കറേജ് ഉണ്ട്. എത്രയാണ്? 1%. ആൻഡ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എമൗണ്ട് ഇവിടെ എന്തെല്ലാം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒരിടത്തും ഡിഡക്ട് ചെയ്തില്ല. നമ്മൾ ഓൾറെഡി സെക്ഷൻ 48 പ്രൊവിസോയിൽ പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തത് എന്താണ്? സോ ഫുള്ളി ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റ്. ബട്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യൂല? ലെസ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ബ്രോക്കറേജ് 1%. ലെസ് ബ്രോക്കറേജ് 1%. Less brokerage 1% of 4 lakh, 4,000. So 3,96,000 ആണ് the net consideration. Okay. So net consideration എന്താണ് കുറയ്ക്കേണ്ടത്? ഇവിടെ കോസ്റ്റ് ഓഫ് ഏതാണ്ട്. സോ ഇവിടെ നമുക്ക് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ഏരിയയില് നോക്കാം. 112A. നോർമലി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയന്റ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടില്ല. ചാപ്റ്റർ 6 റിബേറ്റ് കിട്ടില്ല. ദെൻ എന്താണ്? 10% കൺസിഡറേഷൻ. സോ എന്ത് കിട്ടില്ല? 112A നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്രൊവിസോയില് 14 പറയുന്നുണ്ട് 112A ഇൻഡെക്സേഷൻ കിട്ടാത്ത ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് ഇതിൽ വരുന്നത് 112A. സോ ഇക്വിറ്റി ഷെയർസ് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, സോ ഇക്വിറ്റി ഷെയർസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്താൽ
നമുക്ക് എന്താണ് വരുന്നത് 112A പ്രകാരമാണ് ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്നത്. സോ എത്രയാണ് 10% വിത്തൗട്ട് എനി ഇൻഡെക്സേഷൻ ആണ്. സോ അതിലൊരു കാര്യം കൂടെ ഉണ്ട്, ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കില്ല, എത്രയാണ് 2000 അല്ലെ. സോ അത് അങ്ങനെ എത്ര ഷെയർസ് ഉണ്ട്, 100 ഷെയർസ് ഉണ്ട് ഇൻറ്റു 2000. സോ എത്ര വരും 2 lakhs. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്ര വരും 1,96,000. 1,96,000 ആണത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A. സോ 112A പ്രകാരമുള്ള, ബിക്കോസ് അതർവൈസ് നമുക്ക് എന്ത് കിട്ടിയേനെ 112A അല്ലെങ്കിൽ മറ്റു ജനറൽ ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയേനെ. സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A എത്ര വരും 1,96,000. ഇനിയും എന്താണ് ഷോർട്ട് ടൈം capital gains. So 1,96,000. Then short-term capital gains. So avideയും full value of consideration എത്രയാണ് 100 അല്ലെ, 100 shares ആണ് into 4,000 വരും 4 lakhs. So ഇതിൽ നിന്ന് എന്താണ് അവിടെയും ബ്രോക്കറേജ് ഉണ്ട്, ലെസ് ബ്രോക്കറേജ് എത്രയാണ് 1%. സോ എത്ര വരും അതും 4000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 3,96,000 ലെസ്. നമുക്ക് ബോണസ് ഷെയർസ് ഓൺ ഓർ ആഫ്റ്റർ 1420 ആണ് 2000 ആണ് കിട്ടുന്നതെങ്കിൽ, ഓൺ ഓർ ആഫ്റ്റർ 14,2000 ആണ് കിട്ടുന്നതെങ്കിൽ ബോണസ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. 1/4/2001 മുമ്പാണെങ്കിൽ 1/4/2001 ബിഫോർ 1/4/2001 cost of acquisition will be fair market value as on 1/4/2001. So bonus shares allotted on or after 1/4/2001 ആണെങ്കിൽ എത്ര വരും? എന്തെങ്കിലും കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടോ? അക്വയർ ചെയ്യാൻ ബോണസ് ഷെയർസ് അക്വയർ ചെയ്യാൻ എന്തെങ്കിലും കയ്യിൽ നിന്ന് ചിലവാകുമോ? ഇത്രയായിരിക്കും കോസ്റ്റ് ഓഫ് അക്വസിഷൻ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1/12/2000. ദാറ്റ് മീൻസ് 1/4/2001 ശേഷമാണ് കിട്ടിയിരിക്കുന്ന ബോണസ് ഷെയർസ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്ര വരും? ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആണോ അതോ നില്ലായിരിക്കുമോ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓഫ് ബോണസ് ഷെയർസ്. കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ അടുത്ത ശ്രദ്ധിക്കേണ്ടതാണ് ബോണസ് ഷെയർസ്. സോ ബോണസ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഈ പീരീഡ് കഴിഞ്ഞാൽ എന്തായിരിക്കും? നില്ലായിരിക്കും അല്ലെ, നിൽ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കുറയ്ക്കാം? നിൽ അല്ലെങ്കിൽ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,96,000 ആണ് കിട്ടുന്നത്. എന്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ അണ്ടർ സെക്ഷൻ 111A ആണ്. ബിക്കോസ് ഇതെന്താണ്? ഷെയർസ് ആണ്, STT പെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരും 111A. സോ നമുക്ക് ഇനി അടുത്തുള്ള എന്താണ്? IFOs, ഇൻകം ഫ്രം അതർ സോഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഡിവിഡൻഡ്. സോ 200 ഷെയർസിന് പുറത്തും എത്രയാണ്? 10 രൂപ വെച്ചാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. സോ 32,000. സോ ഡിവിഡൻഡ് എത്ര കിട്ടി? 2,000. സോ നമ്മുടെ ടോട്ടൽ ഇൻകം, ഇവിടെ വേറെ ഡിഡക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, അവിടെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള പേഡ് യൂസ് ചെയ്യണം, ബിക്കോസ് ചാപ്റ്റർ 6 ഡിഡക്ഷനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ടോട്ടൽ ഇൻകം എത്ര വരും? 196, 396, 2000. 1,96,000 plus 3,96,000 plus 2,000 right? 5,94,000. 5,94,000. Then ഇതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ബേസിക് എക്സംഷൻ ലിമിറ്റ്. ടാക്സ് ലയബിലിറ്റി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടു സെലിബ്രേറ്റ് എന്ന ഒരു വേർഡിൽ അവർ ഇടയ്ക്ക് സെലിബ്രേറ്റ് ഹിസ് 75th ബർത്ത്ഡേ. സോ ദാറ്റ് മീൻസ് എത്രയായിരിക്കും ബേസിക് എക്സംഷൻ ലിമിറ്റ്? എത്രയായിരിക്കും ബേസിക് എക്സംഷൻ ലിമിറ്റ്? എത്രയാണ്?
So 3 lakh ആണ്. നമുക്ക് നോക്കിയാൽ ഉണ്ടോ? നമുക്ക് 112A-യും 111A-യും ആണ്. ദാറ്റ് മീൻസ് അത് രണ്ടിലും അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ അതർ ഇൻകം എത്രയുണ്ട്? 3 ലക്ഷമാണ് നമ്മുടെ ബേസിക് ലിമിറ്റ്. സോ 3 ലക്ഷത്തിൽ നിന്നാണ് ഈ അതർ സോഴ്സിലെ ഡിവിഡന്റ് 2000 കുറച്ചാൽ പിന്നെ മിച്ചം എത്രയുണ്ട്? 2,98,000. അല്ലെ? സോ നമുക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആയിട്ട് റെസിഡന്റ് ആയിട്ട് എടുക്കും നമ്മൾ 3 lakhs. സോ അതിൽ നിന്ന് അതർ ഇൻകം IFOS എത്രയാണ്? 2000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,98,000 ആണ് unexhausted basic exemption. So unexhausted basic exemption limit എത്രയുണ്ട്? 2,98,000 ഉണ്ട്. സോ നമുക്ക് 111A 15% വരുന്ന 3,96,000 ഉണ്ട്. സോ നമുക്ക് എത്രയാ? 3,96,000 മൈനസ് 2,98,000. ഇതിന്റെ എത്ര ശതമാനമാണ്? 111A പ്രകാരം 15%. 15%. സോ അണ്ടർ സെക്ഷൻ 111A പ്രകാരം 15% വരുന്നത്. Then so 3,96,000 minus 2,98,000. That means 98,000-ന്റെ 15% കിട്ടും 14,700. Okay. So basic exemption limit fully exhausted ആയി. Then ഇനി എത്രയാണ്? 112A. So section 112A ൽ നമ്മൾ എത്രയുണ്ട്? ക്യാപിറ്റൽ ഗെയിൻ 1,96,000. സോ നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ എക്സസ് ഓഫ് 1 lakh. 1 lakhന് മുകളിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 10% ടാക്സ് ചെയ്യുന്നത്. സോ അണ്ടർ സെക്ഷൻ 112A പ്രകാരം നമുക്ക് എത്ര വരും? 1,96,000. 1,96,000. അതിൽ നിന്നാണ് 1 lakhന് മുകളിലോട്ടുള്ള എമൗണ്ടിന്റെ പുറത്താണ് വരുന്നത് 10%. കിട്ടും 9,600. 9,600. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 14,700 പ്ലസ് 9,600 24,300. 24,300. സോ 24,300-ന്റെ കൂടെ സോ നമുക്ക് ടോട്ടൽ എനിക്കൊന്ന് 5,94,000 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? 87A കിട്ടില്ല. Therefore നമുക്ക് ഇതിലൂടെ എന്താണ്? ആഡ് health and education cess at the rate 4%. So 24-ന്റെ എത്ര? 24,304 972. ആഡ് ചെയ്യുമ്പോൾ 24,300 പ്ലസ് 972 25,272. റൗണ്ട് ഓഫ് ടു 25,270. 272 25,272. Then rounded off to 25,270. So that is നമ്മുടെ tax liability. No complete. So full value consideration brokerage കുറയ്ക്കുന്നുള്ളത്. Then നമ്മൾ പഠിച്ച തിയറി എല്ലാം ബോണസ് ഷെയർസ് ആണെങ്കിൽ ഇഷ്യൂഡ് ഓണർ ആഫ്റ്റർ 1/4/2021 ആണെങ്കിൽ ഇത്രയാണ് നില്ലായിട്ട് എടുക്കുന്നത്. ദെൻ ബോണസ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് ഇക്വിറ്റി ഷെയർസ് STT paid at the time of transfer and purchase, then acquired before 1st February 2008 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണിക്കുന്ന ഒരു ഡിഫറെന്റ് ഫോർമുല. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലോവർ ഓഫ് 1/31 അതായത് February 1st 2008 തൊട്ട് മുമ്പുള്ള റേറ്റിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ, ദെൻ ആക്ച്വൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ, ദെൻ അതിൽ നിന്ന് അതിലേതാണോ ലോവർ അതും ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ഹയർ ഏതായിരിക്കും അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ 112A ആയതുകൊണ്ട് എന്താണ്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. 1 lakhന് മുകളിൽ വരുന്ന എമൗണ്ടിന്റെ പുറത്ത് എത്രയാണ്? 10%. സോ അത് കണ്ടുപിടിച്ചു. ദെൻ
മറ്റേത് ബോളർ ഷെയർസിനെ പുറത്ത് ഷോർട്ട് ടൈം ആയതുകൊണ്ട് അതൊരു ഇക്വിറ്റി ഷെയർസ് STT പെയ്ഡ് എല്ലാം കംപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് എന്താവും 111A ആണ്. സോ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ 3 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ IFOs ആദ്യം 2000 കുറച്ചു. ദെൻ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള 2,98,000 കുറച്ച് കിട്ടുന്ന എമൗണ്ടിന്റെ പുറത്ത് 15% എടുത്തു. ദെൻ 1,96,000 നിന്ന് 1 lakh കുറച്ചിട്ട് 1 പ്രകാരം അതിന്റെ 10% കിട്ടുന്നതിന്റെ പുറത്ത് എന്താണ് ടോട്ടൽ ഇൻകം 5,94,000 മുകളിലായതുകൊണ്ട് നമുക്ക് 87A ഇല്ല, അല്ലെങ്കിൽ 112Aക്ക് 87A ബാധകമല്ല. ദെൻ 87A 5 lakhന് മുകളിലാണ്ട് 87A ഇല്ല. ദെൻ എന്താണ് അതിന്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി. റൗണ്ട് ഓഫ് ടാക്സ് ലയബിലിറ്റി 25,270. 25,270. Clear or no problem? Then next question. A converts its plot of land purchased in July 2004 rupees 80,000 into stock in trade on 31st March 2022. The fair market value as on 31/3/2022 was 3 lakhs. The stock in trade was sold for rupees 3,25,000 in the month of January 2023. Find out the taxable income, if any, and if so, under which head of income and for which assessment year cost inflation index and തന്നു. പക്കാ തിയറി ക്വസ്റ്റ്യൻ. എന്താ ഏത് സെക്ഷൻ ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇതാണ് കൺവേർട്സ് ഇസ് പ്ലോട്ട് ഓഫ് ലാൻഡ്. സോ പ്ലോട്ട് ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്മൂവബിൾ അസറ്റ് ആണ്. എന്ത് capital asset converts to stock in trade. So ഏതാണ് സെക്ഷൻ 45 subsection 2 അല്ലേ? സോ ഇവിടെ പക്കാ തിയറിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫിഗർ തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ ഏത് ഇയറിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ദാറ്റ് മീൻസ് പക്കാ തിയറി 45 subsection 2 പ്രകാരം അല്ലെ, സെക്ഷൻ 45 subsection 2 പ്രകാരം ട്രാൻസ്ഫർ നടക്കുന്ന ഏത് വർഷമാണ്? The previous year in which conversion took place. Then capital gain taxability, capital gain and PGBP taxable in the previous year in which sale of stock in trade. So stock in trade sale ആകുന്നത് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ എന്താണ് നമ്മുടെ ജനറൽ 45 subsection 1 ഓവർ റൈഡ് ചെയ്യുന്ന സെക്ഷൻ ആണ്. സോ 45 subsection 1 എന്താണ് പറഞ്ഞത്? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ അല്ലെ, സോ ഇൻകം ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് വിൽ ബി ചാർജ്ഡ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ in the previous year in which transfer took place. ട്രാൻസ്ഫർ നടക്കുന്ന പ്രീവിയസ് ഇയറിലല്ല, പക്ഷേ ഈ പറയുന്ന 45 subsection 2 കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡിൽ നമ്മൾ എടുക്കുന്നത് ഏത് പ്രീവിയസ് ഇയർ ആണോ ആക്ച്വലി ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുന്ന ആ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഉണ്ടാവും? ക്യാപിറ്റൽ ഗെയിനും അട്രാക്ട് ചെയ്യും, PGBP അട്രാക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ആ തിയറി അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഹെഡിലാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? Find out the taxable income. Computation of taxable income. Computation of taxable income for the assessment year 23-24. So assessment year 23-24 le taxable income particulars amount in rupees. So എന്തൊക്കെയാണ് വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻ. സോ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എന്തുണ്ടാവണം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ഏതാണ് എടുക്കുന്നത്? ആക്ച്വലി ക്യാപിറ്റൽ ഗെയിൻ നടക്കുമ്പോൾ, ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. സോ ട്രാൻസ്ഫർ ഡേറ്റിലെ നമ്മൾ എന്തെടുക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂ
the shades of income, cost inflation index, stock in trade, 3 lakh. The fair market value as on 31/3/2000. That means conversion നടക്കുന്ന ദിവസത്തെ fair market value എത്രയാണ്? അതാണ് നമ്മൾ എടുക്കുന്നത് fair market value as on the date of conversion. പക്കാ തിയറി. So conversion date le fair market value എത്രയാണ്? Conversion date le fair market value 3 lakhs. So ഇതിൽ നിന്ന് less cost of acquisition. ഇതൊരു capital long term capital asset ആയി നമുക്ക് എന്ത് കിട്ടും? Indexation benefit. Plot of land ആണ്. So എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? Purchased in July 2004, 80,000 rupees-ലാണ്. So plus indexed cost of acquisition എത്രയാണ്? 80,000 into transfer നടന്ന വർഷത്തെ CII എത്രയാണ്? 2021-22 അല്ലെ? 317 ഡിവൈഡഡ് ബൈ 2024 5 No, CI for the year of transfer divided by CI for the year first held by SSC. CI for the year first held by SSC. So that 80,000 into 317 divided by 117. Right to 1137 3. Ready? 2,24,425. 2,24,425. 2,24,425. 2,24,425. So 3 lakh il ninnu work method to 75 capital gain. Okay. So നമുക്ക് എന്തെഴുതണം? എടുത്തെഴുതണം long term capital gain. 75,575. So long term capital gain കിട്ടി. Then പിന്നെ എന്താണ് വരുന്നത്? PGBP, profit and gains of business or profession. So അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? Sale value. Actually stock in trade ന്റെ sale value എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റിരിക്കുന്നത് The stock in trade was sold for 3,25,000. So ഇവിടെ ഉണ്ടോ? BGP കൊണ്ട് cost of inflation index ഒന്നും അപ്ലൈ ചെയ്യരുത്. CGP അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. സോ നോർമലി ഇത്രയും ചെയ്തിട്ട് സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ആണ്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് അതിന്റെ ഇൻഡെക്സേഷൻ BGP എന്തില്ല? വാങ്ങിച്ച വാല്യൂ വിറ്റതിൽ നിന്ന് വാങ്ങിച്ചത്. സോ എത്രയാണ്? 3,25,000 ലെസ്. സോ ഇവിടെ നമ്മൾ ഈ പ്രൊവിഷനകത്ത് എന്താണ് കുറയ്ക്കേണ്ടത്? Fair market value as on the date of conversion. Date of conversion le fair market value. Date of conversion le fair market value 3 lakh because നേരത്തെ നമ്മൾ full value consideration ഇതാണ്. ഇതിൽ നിന്ന് indexation benefit കിട്ടുന്ന cost of acquisition കുറച്ചു. ഇനി എന്താണ്? സെയിൽ വാല്യൂവിൽ നിന്ന് നേരത്തെ എടുത്ത ആ ഫിഗർ കുറയ്ക്കുന്നു. സോ അത്ര ടു BGP income 25,000. So total taxable income എത്ര വരും? 75,000 plus 75,575 divided by 25,000. So എത്ര കിട്ടും? 1,05,75. 1,05,75. Clear ആണോ? Answer. Then next question. Another question. Mr. H purchased a land cost rupees 35 lakhs in the financial year 2004-05 and held the same as capital asset. So previous year financial year and 2004-2005 എന്താണ്? land purchase ചെയ്തു for rupees 35 lakhs. So So land and immobile property personal purpose ആണെങ്കിലും എന്താണ്? Capital asset ആണ്. Then അതെന്ത് ചെയ്തു? Converts to stock in trade എന്നാണ്? 20th March 2022. That means നമ്മുടെ previous year
21-22. That means നമ്മുടെ തൊട്ട് മുമ്പുള്ള അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റിയിരിക്കുന്നത്. Then നമുക്ക് നോക്കാം. He started real estate business on 21st March 20 തൊട്ടടുത്ത ദിവസം and convert the said stock into stock in trade of the business set a date when the fair market value of land is 2,10,000. So 20th March വരെ 21st മാർച്ചിന് എന്ത് ചെയ്തു, 21st മാർച്ച് എന്താക്കി മാറ്റി, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റി. സോ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അന്നത്തെ ഫെയർ മാർക്കറ്റ് 35 ലക്ഷം ആയിരുന്നു. ദെൻ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 210 ലക്ഷം ലാക്സ്. സോ 35 ലക്ഷം ആയിരുന്നത് 2004-5 നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയറിലെ മാർച്ച് 21 അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 210 ലക്ഷം. ദെൻ he converted stock in trade as on date fair market. So she constructed 15 flats of equal size, quality and dimension. Cost of construction of each flat rupees 10 lakh. Construction was completed in February 2023. She sold 10 flats for rupees 30 lakhs per flat in March 2023. The remaining 5 flats were held as stock on 31st March 2023. She invested rupees 50 lakhs in bonds issued by NHA Authority India on 31st March 2023 and another 50 lakhs in bonds of Rural Electrification Corporation in April 2023. So now, ഇത് ഏത് സെക്ഷൻ ആണ് എക്സംഷൻ കിട്ടുന്ന ഏതാണ്, 54EC. സെക്ഷൻ 54EC നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് NHAയിൽ 50 ലക്ഷം, ഒന്ന് RECയിലും 50 ലക്ഷം എന്ന് പറയുന്നത് പറ്റുമോ? സോ 54EC പ്രകാരം നമുക്ക് മാക്സിമം എക്സംഷൻ കിട്ടുന്ന എത്രയാണ്, പ്രീവിയസ് ഇയറിലും അടുത്ത 6 മാസത്തെ ഗ്യാപ്പിൽ കിട്ടാവുന്ന മാക്സിമം 50 ലാക്സ് ആണ്. 1 കോടി കിട്ടില്ല. സോ ഒന്നെങ്കിൽ NHAയുടെ കിട്ടും അല്ലെങ്കിൽ RECയിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടൂ. ദെൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഉണ്ടോ? സോ ഇവിടെ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി, ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റ് പോകുന്നുണ്ടോ, ഇതിനകത്ത് ശ്രദ്ധിക്കണം. സോ 15 ഫ്ലാറ്റ് ആണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റിയിരിക്കുന്നത്, ലാൻഡ് പ്ലസ്. സോ അതിനകത്ത് 15 ഫ്ലാറ്റ് വരിക മീൻസ് എന്തായിരിക്കും, ആ ഒരു ക്യാപിറ്റൽ അസറ്റ് കംപ്ലീറ്റ് 15 ഡിവൈഡ് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് പക്ഷെ 10 ഫ്ലാറ്റേ വിറ്റിട്ടുള്ളൂ, 10 ഫ്ലാറ്റേ വിറ്റുള്ളൂ. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടോ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഇവിടെയാണ്. 15 ഫ്ലാറ്റും വിറ്റു പോയിട്ടില്ല, 10 ഫ്ലാറ്റ് ആണ് വിറ്റു പോയിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ആണ് മാർച്ച് 2023 സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് PGBP ഫോർ ദ അസസ്മെന്റ് ഇയർ 23-24. കമ്പ്യൂട്ടേഷൻ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, compute the amount of chargeable capital gain and business income. Computation of capital gain, computation of capital gains and PGBP, capital gains of business or profession for the assessment year 23-24. Particulars, amount in rupees, particulars, amount in rupees. So first okay, PGBP, profit and gains of business or profession. So sale value, PGBP ആണെങ്കിൽ സെയിൽ വാല്യൂ എത്രയാണ്, സെയിൽ വാല്യൂ എത്ര ഫ്ലാറ്റ് ആണ് വിറ്റത്, 15 ഫ്ലാറ്റ് ഉണ്ടാക്കി അതിൽ 10 ഫ്ലാറ്റ് ആണ് വിറ്റത് for 30 lakhs per flat. So sale value എത്ര വരും, 10 into 30 lakhs. 10 into 30 lakhs. 3 crores. Then ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ലെസ്. നമുക്ക് ബിസിനസ് ഇൻകം ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം, നമുക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം. ഓക്കെ, എത്രയാണ് നമുക്ക് ഉണ്ടാകുന്ന. സോ നോർമലി നമുക്കിത് കുറയ്ക്കാൻ എന്താണ്, ലെസ് FMB ആസ് ഓൺ ട്രാൻസ്ഫർ. സോ ഇവിടെ ട്രാൻസ്ഫർ ഡേറ്റിൽ എന്തേ ഉള്ളൂ,
ലാൻഡ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അവിടെ എന്തില്ല, ഫ്ലാറ്റ് ഇല്ല. സോ ഇവിടെ നമ്മൾ ആസ് ഓൺ ഡേറ്റ് എഫ്എംബി ആസ് ഓൺ ഡേറ്റ് എത്രയാണ്? 210 lakhs ആണ്. 210 lakhs ആണ്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പറയുന്ന ലാൻഡിലെ മൊത്തത്തിൽ നമ്മൾ എന്താണ് 15 എണ്ണം കൺസ്ട്രക്ട് ചെയ്തു, അതിൽ 10 എണ്ണം വിറ്റുപോയിട്ടുള്ളൂ. വിറ്റുപോകുന്ന വർഷം ആണ് നമുക്ക് ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് വീണ്ടും മിച്ചം 5 എണ്ണം ഇപ്പോഴും എന്തായിട്ട് കിടക്കുകയാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് തന്നെ കിടക്കുകയാണ്, കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് 15 ഫ്ലാറ്റ് ആണ് നമ്മൾ അവിടെ വിൽക്കുന്നത്. അത് 15 വിറ്റുപോയാലല്ലേ നമുക്ക് ഫുള്ള്, നമുക്ക് ഈ പറഞ്ഞ ഫെയർ മാർക്കറ്റ് വാല്യൂ അത് ഫുള്ള് അബ്സോർബ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്തായിട്ട് എടുക്കുക? സോ 21 ലക്ഷം എന്ന് പറയുന്നത്, 210 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർ 15 ഫ്ലാറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ. നോക്ക്, പക്ഷെ എത്ര ഫ്ലാറ്റ്സേ ഉള്ളൂ? 10 ഫ്ലാറ്റ്സേ ഉള്ളൂ. സോ ടോട്ടൽ 15 ആണ്. ഒരു ഫ്ലാറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ 210 lakh ഡിവൈഡ് 15 ആണ്. സോ 10 ഫ്ലാറ്റിന് ആകുമ്പോഴത്തേക്ക് എന്തൊരു ഇൻറ്റു 10. സോ 210 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 15 റൈറ്റും 1 crore 40 lakhs. 1 crore 40 lakhs. സോ ഇതാണ് 10 ഫ്ലാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ. ഒറ്റയടിക്ക് 210 എടുത്ത് നിർത്തരുത്. ബിക്കോസ് 210 ലക്ഷം വരുന്ന ആ പ്ലോട്ടിൽ നമ്മൾ എന്താണ് 15 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്തു, അതിൽ 10 എണ്ണ വിറ്റു വന്നു. സോ വിറ്റു പോയാലേ എന്തുണ്ടാകത്തുള്ളൂ? PGBPയും ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാകത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത് പ്രപ്പോർഷനേറ്റ്. സോ വെരി ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ്. 15 ഫ്ലാറ്റിൽ 10 ഫ്ലാറ്റേ വിട്ടുള്ളൂ. 15 ഫ്ലാറ്റിനും കൂടെ ഉണ്ടാകുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് 210 ലക്ഷം. സോ 10 ഫ്ലാറ്റിന് എത്ര വരത്തുള്ളൂ? 140 ലക്ഷം അല്ലെങ്കിൽ 1 crore 40 lakhs. Then sale value less fair market value. Then PGBP ആകുമ്പോൾ എന്താണ്? ഇതിപ്പോ നമ്മൾ എന്ത് മാത്രമേ കുറച്ചിട്ടുള്ളൂ? പ്ലോട്ടിന്റെ മാത്രം അല്ലെങ്കിൽ ലാൻഡിന്റെ മാത്രമാണ് കുറച്ചിരിക്കുന്നത്. അതുകൂടാതെ എന്ത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? 15 ഫ്ലാറ്റ്. അതിൽ ഓരോ ഫ്ലാറ്റിനും എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് ഈച്ച് ഫ്ലാറ്റ് കോസ്റ്റ് ₹10 lakh. സോ നമ്മൾ 10 lakh ഫ്ലാറ്റ്സ് വിറ്റുകൊണ്ട് PGBP കണ്ടുപിടിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ് കുറയ്ക്കണ്ടേ? കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും? 10 ഇതാണ് 10 ലക്ഷം വെച്ച് 10 ഫ്ലാറ്റ്. സോ എത്ര കിട്ടും? 1 കോടി. സോ കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 3 കോടിയിൽ നിന്ന് 2 കോടി 40 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ മിച്ചം എത്ര കിട്ടും? 60 ലക്ഷമാണ് എന്ത്? ഇൻകം ഫ്രം PGBP ഫോർ ദ അസസ്മെന്റ് ഇയർ 23-24. 23-24 ഇൻകം അണ്ടർ ദ ഹെഡ് PGBP എത്ര വന്നു? 60 ലക്ഷം. സോ ഇനി എന്ത് കണ്ടുപിടിക്കണം? ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻസ്. സോ കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് എന്താണ്? ഫെയർ മാർക്കറ്റ് വാല്യൂ. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? FMV as on date of conversion less long term capital asset indexed cost of acquisition. Indexed cost of acquisition. Indexed cost of acquisition. The full value consideration എത്രയാണ്? full value consideration 210 lakhs ആണ് അല്ലെ? 210 lakhs ആണ്. പക്ഷേ അതിൽ ഫുള്ള് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലോട്ട് വരുമോ? സോ ഇതില് എത്രയാണോ? ഈ പറയുന്ന പ്ലോട്ടില് 15 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യും, അതിൽ 10 എണ്ണം. എപ്പോഴാണോ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റ് പോകുന്നത് അന്നേ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് എന്റെ 210 lakh വരത്തില്ല. ഇവിടെ എന്ത് വരും? 10/15 കണ്ടുപിടിക്കുക. ദെൻ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. എത്രയാണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ? 35 ലക്ഷമാണ്. ദെൻ ഇൻടു സോ ഏത് പ്രീവിയസ് ഇയറിലാണോ? 21-22 317 അക്വയർ ചെയ്ത് 2004-2005 313. സോ ഇൻടു 317 ഡിവൈഡഡ് ബൈ 313. സോ ഇതിന്റെയും എന്തെടുക്കണം? 10/15. 10/15 ബിക്കോസ് എന്താണ്? പ്രപ്പോർഷനേറ്റ്. 15 ഫ്ലാറ്റ് ഉണ്ട്, അതിൽ എത്രയേ വിട്ടുള്ളൂ? നമ്മൾ 10 ഫ്ലാറ്റ്. സോ 140 ലക്ഷം അതിൽ നിന്ന് ലക്ഷം ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ 113 റെഡി 65,40,000
723 കുറയ്ക്കുന്ന എത്ര വരും? 140 ലക്ഷം മൈനസ് 65,47,723 കേട്ടും 74,54,277 ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ. സോ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ എക്സംഷൻ. ദെൻ നമുക്ക് ഇവിടെ എന്ത് പറയുന്നത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത് എവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. She invested 50 lakhs in bond issued by National NHI and 31st March 2023. So flat 10 flats വിട്ടിരിക്കുന്നത് മാർച്ച് 2023 So മാർച്ച് 2023 തന്നെ 50 lakh ഇൻവെസ്റ്റ് ചെയ്തു. ദെൻ ഏപ്രിൽ 2023 6 മാസത്തിനുള്ളിൽ 2 തവണ 50 lakh ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് അണ്ടർ സെക്ഷൻ 54 EC ലെസ് exemption under section 54 EC. So 54 EC പ്രകാരം നമുക്ക് എത്രയാണ്? restricted to 50 lakhs. So 50 lakhs കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 24 lakhs. 54,277 ആണ് എന്ത് വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ്. സോ PGBP 60 ലക്ഷം, ക്യാപിറ്റൽ ഗെയിനില് 24,54,277. സോ ടോട്ടൽ ഇൻകം 84,54,277. ക്ലിയർ ആണോ? ഇതെല്ലാം വർക്കിംഗ് നോട്ടായിട്ട് എഴുതി കാണിക്കുക. നമ്മൾ എടുത്ത കാര്യങ്ങളെല്ലാം 54 EC എക്സംഷൻ. സോ NHR EC ബട്ട് റെസ്ട്രിക്റ്റഡ് ടു ഇവൻഡോ 6 മാസത്തിനുള്ളിൽ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് 54 EC പ്രകാരം എത്ര വരെ എക്സംഷൻ കിട്ടുള്ളൂ? 50 lakhs വരെ എക്സംഷൻ കിട്ടുള്ളൂ. സോ ആ എമൗണ്ട് കുറച്ചു. റിമൈനിങ് 24 lakhs 54,277 ആണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻസ്. ക്ലിയർ ആണോ? സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 15 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്തു, അത് 10 വിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എന്താണ്? പ്രപ്പോർഷനേറ്റ്. സോ ഇവിടെയും ഫുൾ വാല്യൂ കൺസ്ട്രക്ട് ചെയ്ത പ്രപ്പോർഷനേറ്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിനിലെ രണ്ടിലും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുത്തപ്പോഴും എന്താണ്? പ്രപ്പോർഷനേറ്റ്. 10 ഡിവൈഡഡ് ബൈ 15 ഫ്ലാറ്റ്സ് ഉണ്ട്, അതിൽ 10 ഫ്ലാറ്റേ വിറ്റ് പോയിട്ടുള്ളൂ. സോ വിറ്റ് പോയാൽ മാത്രമേ എന്താവുകയുള്ളൂ? ക്യാപിറ്റൽ ഗെയിനും PGBPയും അട്രാക്ട് ചെയ്യുള്ളൂ. സ്റ്റോക്കിന്റെ ആക്ച്വലി സോൾഡ് ആകുന്ന പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ 45 സബ്സെക്ഷൻ 2. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്തെടുക്കേണ്ടി വന്നത്? പ്രപ്പോർഷനേറ്റ് എക്സംഷൻ എടുക്കേണ്ടി വന്നത്. Mr. A is an individual carrying on business. His stock and machinery were damaged and destroyed in a fire accident. The value of stock lost, total damage was rupees 6,50,000. Certain portion of the machinery could be salvaged. The opening balance of the block as on 1/4/2022, that means WDV as on after providing depreciation, was for 10,80,000. During the process of safeguarding machinery and in firefighting operation, Mr. A lost his gold chain and diamond ring, which he had purchased in 2005 for rupees 1,20,000. The fair market value of these two items on the date of fire accident was 1,80,000. Mr. A receives the following amounts from insurance company: towards loss of stock, towards damage of machinery, towards gold chain and diamond ring. You are requested to briefly comment on tax treatment of the above items under the provisions of Income Tax Act 1961. പക്ക ഒരു തിയറി ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. നോക്കാം. carrying on business, machinery was damaged, restored on fire, value of stock lost. Okay, so stock
ലോസ്റ്റ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6,50,000 ആയിരുന്നു. 6,50,000. Then machinery, then after providing WD, written down value is 10,80,000. Then അതിനുശേഷം എന്താണ് gold chain and diamond ring. So ഇത്രയാണ് അയാൾക്ക് ലോസ്റ്റ് ആയത്. ഡയമണ്ട് റിംഗ്. During the process, safeguarding machinery lost his gold chain and diamond ring was purchased in April 15 for rupees 1,20,000. April 2005. Then ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്ത് കിട്ടി? ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ടുവേർഡ്സ് ലോസ് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടി? ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് 4,80,000. ഇൻഷുറൻസ് കമ്പനി. ഓക്കെ. സോ നിങ്ങൾ ഇത് മിക്കവാറും തെറ്റിക്കുന്നത് ഇന്റർപ്രറ്റ് ചെയ്ത് സെക്ഷൻ 45 സബ്സെക്ഷൻ 1A അല്ലെ ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടുന്നത്. സ്റ്റോക്ക് ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടുന്ന 45 സബ്സെക്ഷൻ 1A എവിടെ എന്തിലാണ് കവർ ചെയ്യുന്നത്? സെക്ഷൻ 45 സബ്സെക്ഷൻ 1A സ്പെസിഫൈഡ് ഡാമേജ്, ആക്സിഡന്റൽ ഫയർ എക്സ്പ്ലോഷൻ സ്പെസിഫൈഡ് ഡാമേജ് വരുന്നതാണ്. ബട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ആണ്. ഓക്കെ. അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പ്രകാരം സ്റ്റോക്ക് എന്താണ്? സ്റ്റോക്ക് എന്തല്ല? സ്റ്റോക്ക് ഇസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. സോ 6,50,000 വാല്യൂ ഉള്ള സ്റ്റോക്ക് വിറ്റുപോയിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി എത്രയാണ് തന്നിരിക്കുന്നത്? 4,80,000 ആണ് തന്നിരിക്കുന്നത്. നമുക്കിത് എന്തിലാണ് കാണിക്കാം? സ്റ്റോക്ക് വിറ്റാൽ കിട്ടുന്ന എവിടെ മാത്രമാണ്? PGBP മാത്രമാണ്. സോ അവിടെ നമുക്ക് എന്തായിട്ട് കാണിക്കാം? PGBP ലോസ് ആയിട്ട് റവന്യൂ ലോസ് ആയിട്ട് നമുക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കാം. എലിജിബിൾ ഡിഡക്ഷൻ ആയിട്ട് ലോസ്. സോ 6,50,000 വിലയുള്ളായിരുന്നു. എനിക്ക് എന്താണ് ഇൻഷുറൻസ്, എനിക്കത് ഡാമേജ് ആയി. ഇൻഷുറൻസ് കമ്പനി അത് എടുത്തിട്ട് തരുന്ന 4,80,000 ആണ്. സോ ഡിഫറൻസ് എന്തായിട്ട് കാണിക്കാം? എന്റെ PGBP ലോസ് ആയിട്ട് കാണിക്കാം. ക്ലിയർ ആണോ? അടുത്ത എന്താണ്? മെഷീനറി. മെഷീനറി നമുക്ക് എന്താണ്? ഡിപ്രീഷിയബിൾ അസറ്റ് ആയിരുന്നു മെഷീനറി. അതിന്റെ റിട്ടേൺ ഓൺ വാല്യൂ 10,80,000 ആണ്. ഇൻഷുറൻസ് കമ്പനി കൊടുത്ത എത്രയാണ്? ഇത് കത്തിപ്പോയി. കൊടുത്ത എത്രയാണ്? 6 lakhs. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കുറവാ കിട്ടിയിരിക്കുന്നത്? 10,80,000 ആയിരുന്നു നമ്മൾ റിട്ടേൺ ഓൺ വാല്യൂ. ഇൻഷുറൻസ് കമ്പനി 6 ലക്ഷം തന്നുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വന്നു? ഒരു 4,80,000 എന്താണ്? ഗെയിൻ ആണോ ലോസ് ആണോ? 10,80,000 റിട്ടേൺ ഓൺ വാല്യൂ ഉള്ള ഒരു ഡിപ്രീഷിയബിൾ അസറ്റ് ആയിരുന്നു. അത് നമുക്ക് എന്താണ്? ആക്സിഡന്റൽ ഫയർ എക്സ്പ്ലോഷനിലൂടെ നമുക്ക് നശിച്ചുപോയി. ഇൻഷുറൻസ് കമ്പനി നമുക്ക് 6 lakhs rupees ആണ് തന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ 4,80,000 പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലോസ്. സോ എന്ത് ടൈപ്പ് ഓഫ് ലോസ്? ഡിപ്രീഷിയബിൾ അസറ്റ് ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഗെയിൻ മാത്രം വരുന്നത്? ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ? ഗെയിൻ എന്ന് പറഞ്ഞ എപ്പോഴും എന്താണ്? ലോസ് അല്ലെ? ഗെയിൻ ഇൻക്ലൂഡ്സ് ലോസ് ഓൾസോ. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഇത് എന്തായിട്ട് കാണിക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് കാണിക്കണം. സോ 4,80,000 വിൽ ബി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ആക്കി കാണിക്കണം. അടുത്ത ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഗോൾഡ് ചെയിൻ ആൻഡ് ഡയമണ്ട് റിംഗ്. സോ അതെന്താണ്? ബിസിനസിന്റെ അല്ല, അയാളുടെ പേഴ്സണൽ എഫക്ട്സ് ആണ്. പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ. പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചറിൽ നിന്ന് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? ഗോൾഡ്, ഡയമണ്ട് റിംഗ്, ഇതെല്ലാം. സോ ദാറ്റ് മീൻസ് എന്താണ്? എക്സ്ക്ലൂഷൻ ലിസ്റ്റിലൂടെ എന്താണ്? അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പ്രകാരം ഇതെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഗോൾഡ് ചെയിനും ഡയമണ്ട് റിംഗും ഒക്കെ. ഗോൾഡ് ചെയിൻ ആൻഡ് ഡയമണ്ട് റിംഗ് ആർ ക്യാപിറ്റൽ അസറ്റ്സ് ബിക്കോസ് പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചറിൽ നിന്ന് എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ആണ്. ഗോൾഡ്, ഡയമണ്ട് റിംഗ്, അങ്ങനെയുള്ള ഗോൾഡ് കാര്യങ്ങളെല്ലാം, സ്പെഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ എന്താണ്? നമ്മുടെ 2 സബ്സെക്ഷൻ 14 പ്രകാരം എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. Therefore ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് സ്പെസിഫൈഡ് ഡാമേജിലൂടെ പോയി കഴിഞ്ഞ് ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം?
ഇൻഷുറൻസ് കോമ്പൻസേഷൻ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1,80,000. 1,80,000. Then ഇവിടെയാണ് സ്റ്റുഡൻസ് നോർമലി ഒരു മിസ്റ്റേക്ക് വരുന്നത്. The market value of these two items as on the date of accident 1,80,000. So അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഇല്ല എന്ന രീതിയിൽ പറയും. ബട്ട് നമുക്ക് എവിടെയെങ്കിലും ക്യാപിറ്റൽ ഉണ്ട്, ഇൻഷുറൻസ് കമ്പനിയുടെ കിട്ടുകയാണെങ്കിൽ, സോ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ഇൻഷുറൻസ് കമ്പനി എടുത്തുകൊണ്ട് പോയി അവിടെ നമുക്ക് എന്ത് കിട്ടി? ഇൻഷുറൻസ് കമ്പനി ട്രാൻസ്ഫർ നമ്മൾ കൺസ്ട്രക്ഷൻ കിട്ടിയ പോലെയാണ് നമ്മൾ എടുക്കുന്നത്. സോ അവിടെ എന്താണ് 2005 1,20,000 മേടിച്ചാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ലോങ് ടൈം ക്യാപിറ്റൽ ആൻഡ് എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദാറ്റ് മീൻസ് 1,20,000 ഇൻഡു ഇവിടെ ഇൻഡെക്സേഷൻ തന്നിട്ടില്ല. ഓക്കെ, സോ CII for the year of transfer divided by CII first held by SSC. No, ഇവിടെ ഇതിനകത്ത് നോർമൽ സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഇതാണ്. ഈ 1,80,000 അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ 1,80,000 ആണ്. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ല എന്ന് എഴുതി വെക്കും. സോ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ എന്ത് കുറയ്ക്കണം? സോ ക്യാപിറ്റൽ gains will be equal to full value of consideration എന്ന് പറഞ്ഞാൽ എന്താണ്? compensation from ഇൻഷുറൻസ് കമ്പനിയുടെ കോമ്പൻസേഷൻ ലെസ്. അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കാൻ ഒരു പ്രൊവിഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ഇവിടെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് എന്ത് പറഞ്ഞിട്ടില്ല? ഫിഗർ ഒന്നും തന്നിട്ടില്ല. നമ്മൾ കണ്ട പക്കാ തിയറി ക്വസ്റ്റൻ ആണ്. ഇതിന്റെ പുറത്ത് കയറി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് എഴുതരുത്. അതെന്താണ്? റവന്യൂ ലോസ്, PGVP ലോസ് ആയിട്ട്. സോ മെഷീനറി ഡിപ്രീഷിയബിൾ അസറ്റ് ആയിട്ട് ജസ്റ്റ് ക്യാപിറ്റൽ ലോസ് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഡിപ്രീഷിയബിൾ അസറ്റ് ആണ് എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് തന്നെ എഴുതണം. ദെൻ ഗോൾഡ് ചെയിൻ ഡയമണ്ട് റിംഗ് എല്ലാം എന്താണ്? പേഴ്സണൽ എഫക്ട്സ് ഓഫ് മോബിൾ നേച്ചർ ആണ്. ബട്ട് 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആണ്. ദെൻ ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് എന്താണ്? അതിന്റെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ സ്പെസിഫൈഡ് ഡാമേജ് ആയിട്ട് എന്നിട്ട് 45 subsection 1A പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോമ്പൻസേഷൻ കിട്ടിയതിൽ നിന്ന് അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ല കുറയ്ക്കേണ്ടത്. നമ്മൾ വാങ്ങിച്ചപ്പോഴുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ എന്താണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുമ്പോൾ ഇവിടെ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട്. ക്ലിയർ ആണോ? സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. സോ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ വരുന്നത്. സെക്ഷൻ 45 subsection 1A മുതൽ 44F വരെ ഉള്ളത് പ്ലസ് 111A, ദെൻ 112A. സോ ഇത്രയും കാര്യങ്ങളാണ്. പക്ക ഒരു നല്ലൊരു തിയറി ചാപ്റ്റർ ആണ്. ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ എല്ലാം നമ്മുടെ തിയറി ക്വസ്റ്റൻ ആണ്. സോ ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല, അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകത്തില്ല. ഇവിടെ RL സ്റ്റംപ് ഉണ്ടായിരുന്നു, there's a loss. സോ ഈ ലോസ് നമുക്ക് എന്താണ്? റവന്യൂ ലോസ് ആയിട്ട് P&L PGVPയുടെ PGVP ഇൻകം കണ്ടുപിടിക്കും, P&L ഡെബിറ്റ് ചെയ്യാം. മെഷീനറി ഡിപ്രീഷിയബിൾ അസറ്റ് ആയതുകൊണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഗോൾഡ് ചെയിൻ 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് അതിന്റെ 45 subsection 1A, സെക്ഷൻ 45 subsection 1A ഇൻഷുറൻസ് കോമ്പൻസേഷന്റെ സെക്ഷൻ വെച്ചിട്ട് പ്രൊവിഷൻ വെച്ചിട്ട് എന്താണ്? കോമ്പൻസേഷൻ റിസീവ് ചെയ്തത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കും. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ആണോ എന്നതിനനുസരിച്ചിട്ട്. സോ അത് ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾ എപ്പോഴും 48 പോർഷൻ നോക്കണം. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്, ദെൻ എന്താണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത സെക്ഷൻസ് 45 subsection 2, 45 1A, 45 subsection 5A. ദെൻ ലോങ് ടൈം ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത്. ദെൻ 55 നമ്മൾ ഒരെണ്ണം ശ്രദ്ധിക്കണം. എന്താണ്? ബോണസ് ഷെയർസിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലായിരിക്കും. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഷെയർസ്. സോ STT paid at the time of purchase and transfer. സോ അക്വയർ ചെയ്യിക്കുന്നത് 1st February 2018 ശേഷമാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആക്ച്വൽ കോസ്റ്റിനെ എന്താണ്? ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ദെൻ ലോവർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 പ്ലസ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ, ആക്ച്വൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കുക. അതിൽ ലോവറുമായിട്ട് കമ്പയർ ചെയ്ത് ഹയർ എടുക്കണം എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ ഈ പറയുന്ന സെക്ഷൻ എന്തോ നേരെ 112A നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന അസറ്റ് തന്നെ ഷോർട്ട് ടൈം ആണെങ്കിൽ 111A പ്രകാരം
എടുക്കും. സോ റേറ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ടോട്ടലിംഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. ഇത് എങ്ങനെ വന്നാലും നമ്മൾ ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. സോ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 111 112 ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും സ്പെസിഫിക്കലി അതെടുത്ത് സ്പെഷ്യൽ റേറ്റ് അതുമല്ല അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് വരാൻ. സോ ഇത്രയാണ് നമ്മുടെ ഫോർത്ത് ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത സെഷനിൽ നെക്സ്റ്റ് ഹെഡ് ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.